ഞാൻ യൂണിഫോമിൻ്റെ കോളർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂണിഫോമിൻ്റെ കോളർ കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് എടുത്തിക്കണം കേട്ടോ. ക്യാൻവാസ് എടുത്ത് അതിൽ ഞാൻ മാർക്ക് ചെയ്തിക്കണേ. മാർക്ക് ചെയ്തെങ്ങാണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേനമ്മ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് ആ റൗണ്ട് കോളർ കിട്ടും കേട്ടോ. നമ്മൾ ആ കോളർ പേന ഇല്ല ഭാഗം ഉള്ളിക്കും മറ്റേ തിരിച്ചു വിട്ടാൽ കോളറായിട്ടോ. ഇനി നമ്മൾ യൂണിഫോമിൻ്റെ ആ കോളറിൻ്റെ ഭാഗം ഇതിന്മേൽ അളന്ന് നോക്കണേ. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ കറക്റ്റായി കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുത്ത അളവ് കറക്റ്റ് തന്നെ ആയിക്കാരം. അപ്പോൾ ഞാനിതിൽ അളന്ന് നോക്കിട്ടോ, എനിക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്യാൻവാസ് അങ്ങനെ അയൺ ചെയ്തെടുത്തുട്ടോ തുണിമേ. അതേ അളവിന് ഇന്നൊരു തുണിയും കൂടി വേണേ. അപ്പോൾ ഈ തുണി ഈ കട്ട് ചെയ്ത പീസ് എടുത്തുകൊണ്ട് ഇന്നൊരു പീസും കൂടി അതേപോലെ ഇനിയൊരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പീസ് കിട്ടി നമുക്ക്. ആ 2 പീസ് എടുത്തുകൊണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഉള്ളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള തുണികളൊക്കെ കട്ട് ചെയ്ത് മാറ്റിന് ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് പതിച്ചടിക്കുക കേട്ടോ. പതിച്ചടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ചെറുതായിട്ടൊരു കട്ട് ചെയ്യുക, അവിടെ ഒന്ന് കട്ട് ചെയ്യുക. രണ്ടിനും കട്ട് ചെയ്തതിന് ശേഷം രണ്ടും അങ്ങോട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അങ്ങനെ ഇപ്പോൾ ഇത് റൗണ്ടായിട്ട് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണേ. ഇനി ഉള്ളിൽ നമ്മളൊരു 4 ഇഞ്ച് മടക്കിങ്ങാണ്ട് ഉള്ളത്തി അങ്ങനെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്മളെ കോളർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ വീഡിയോ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.